ഇനി നമുക്ക് നമ്മുടെ ഭാഗവത ധ്യാനത്തിലൂടെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ആശയങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുവാൻ ആരംഭിക്കാം. അവിടെയാണ് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പല പല ലീലകളും അറിയുവാൻ സാധിക്കുന്നത്. നമുക്കതിൻ്റെ കഥയുടെ സംക്ഷിപ്തവും അതിൽ നിന്നും ബോധിക്കേണ്ടതായ തത്വത്തിന്റെ സംക്ഷിപ്തവും ഇവിടെ പറയുവാൻ ശ്രമിക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നവമസ്കന്ധത്തിന്റെ ഒടുവിൽ അതിസംഗ്രഹമായിട്ട് പറഞ്ഞു നിർത്തിയ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവതാര കഥ, അവതാര ചരിതം ശ്രവിച്ചതായ ശ്രീ പരീക്ഷിത്ത് ചോദിക്കുകയാണ്. സോമ സൂര്യവംശങ്ങളെ അങ്ങ് വിസ്തരിച്ച് ഉപദേശിച്ചത് അടിയൻ സശ്രദ്ധം കേൾക്കുകയുണ്ടായി. അല്ലയോ ഗുരു, അതിൽ പൂർണാവതാരം ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ അടിയനെ മതിവരുവോളം കേട്ടതിൽ തൃപ്തിയായിട്ടില്ല. അടിയനെ ആവോളം ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ചരിതം ശ്രവിക്കണമെന്ന് അതിയായ മോഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ ശ്രീകൃഷ്ണ ലീലകളെ പ്രത്യേകം എന്നോട് സവിസ്തരം ഉപദേശിച്ച് പറഞ്ഞു തരണം. ഭീഷ്മദ്രോണാദി മകര മത്സ്യങ്ങളാൽ നിറയപ്പെട്ട കൗരവ സൈന്യസാഗരത്തെ അടിയന്റെ പിതാമഹന്മാര് വത്സപദത്തെ എന്ന പോലെ തരണം ചെയ്തത് ആ പാണ്ഡവപ്രിയന്റെ കരുണ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അശ്വത്ഥാമാവിന്റെ അസ്ത്രശക്തിയാൽ മാതൃഗർഭത്തിൽ വെച്ച് മൃതനായ അടിയനെ ജീവിപ്പിച്ചതും ആ കരുണാർണവൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ പാണ്ഡവപ്രിയന്റെ കഥാമൃത് അടിയൻ ആസ്വദിച്ചില്ലെങ്കിൽ അതിൽ പരം കൃതജ്ഞത മറ്റൊന്നുമില്ല. സർവജ്ഞനായ ഹേ ഗുരു, അവിടത്തെ തിരുമുഖപത്മത്തിൽ നിന്നും നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണകഥാമൃത പാനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വിശപ്പോ ദാഹമോ ക്ഷീണമോ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തിരുവടി ഭഗവാന്റെ അവതാര ലീലകളെ വിസ്തരിച്ചു പറഞ്ഞുതെന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ കണ്ണന്റെ കണ്ണിലുണ്ണിയായ പരീക്ഷിത്തിന്റെ ചോദ്യം കേട്ടതായ വ്യാസപുത്ര ഏറ്റവും സന്തുഷ്ടമായിട്ട് കഥ പറയുവാൻ ആരംഭിക്കുകയാണ്. പറയുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കേൾക്കുന്നവരെ ജിജ്ഞാസയോടുകൂടി അതിനെ സശ്രദ്ധം വീക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴുമാണ്. ഇവിടെ പരീക്ഷിച്ച് ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല, ആ കഥ വിസ്തരിച്ച് പറയുവാൻ ആവശ്യമായിരിക്കുന്ന സന്ദർഭോചിതമായിരിക്കുന്ന സംശയങ്ങളാകുന്ന ചോദ്യങ്ങളെയും തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ശുഭബ്രഹ്മർഷിക്ക് പറയാതിരിക്കാൻ നിർവാഹമുണ്ടോ? ശിഷ്യരുടെ, ശ്രോതാക്കളുടെ, സന്ദർശകരുടെ അവരുടെ ആ ആഗ്രഹത്തോടുകൂടിയ സമീപനം അത് ആത്മാർത്ഥമാകുമ്പോൾ ഒരു ഹൃദയത്തിൽ നിന്നും അവരിലേക്ക് അറിവുകളുടെ അനന്തമായ പ്രവാഹം തന്നെ ഉണ്ടാകും. എന്തായാലും ശ്രീ ശുകബ്രഹ്മർഷിയുടെ മുഖപത്മങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ കൃഷ്ണകഥാമൃതിനെ ആസ്വദിക്കുവാൻ ശ്രമിക്കാം. പറയുകയാണ്, അല്ലയോ രാജർഷി
പണ്ട് ദേവാസുര യുദ്ധത്തില് ഭഗവാന്റെ തൃക്കൈകളെ കൊണ്ട് മരണം സിദ്ധിച്ചിട്ടുകൂടി മോക്ഷം കിട്ടാതെ കാലനേമിപ്രഭൃതികളായ അസുരന്മാര് ഭൂമിയിൽ രാജകുലത്തിൽ വന്ന് ജനിക്കുകയുണ്ടായി. ഇപ്രകാരം ദുഷ്ടജനങ്ങളുടെ ഭാരത്താൽ പീഡിതയായ ഭൂമിദേവി ഗോരൂപിണിയായിട്ട് ദേവന്മാരോടും കൂടി ബ്രഹ്മാവിന്റെ സഭയിൽ ചെന്ന് സങ്കടം പറയുകയുണ്ടായി. അപ്പോഴോ ബ്രഹ്മദേവൻ നമ്മെ ഭൂമിമാതാവെ ഭൂമിയിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന അധർമ്മത്തെ ഉച്ചാടനം ചെയ്യാൻ നശിപ്പിക്കുവാൻ ഞാൻ ശക്തനാകുന്നില്ല. കൈലാസപതിയായിരിക്കുന്ന പരമശിവനെ കൊണ്ടത് സാധ്യമാണോ എന്നുള്ള വിവരം അറിയുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കൂടി കൈലാസപതിയുടെ അടുക്കലേക്ക് പോകാം, കൈലാസനാഥന്റെ അടുക്കലേക്ക് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി കൈലാസത്തിൽ ചെല്ലുകയാണ്. ശങ്കര ഭഗവാൻ പറഞ്ഞു, കാരണം വിധി എന്ന് തനിക്ക് പേരുണ്ടെങ്കിലും ഇപ്പോഴത്തെ വിധിയെ മാറ്റാൻ ഞാൻ ആളല്ലെന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അങ്ങനെ അവർ ആ അന്തിമഹാകാലനായ ആ പരബ്രഹ്മമൂർത്തിയുടെ അടുക്കൽ, കിരാതമൂർത്തിയുടെ അടുക്കൽ അവരെല്ലാവരും കൂടി ചെന്ന് ഭഗവാനെ സ്തുതിച്ചു, സങ്കടം അറിയിച്ചു. ശങ്കരമൂർത്തിയും പറഞ്ഞു, സംഹാരമൂർത്തി എന്ന് ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ അധർമ്മത്തെ ശാന്തിധർമ്മമാക്കുവാനുള്ള സംഹാരശക്തി എനിക്കും പോരാ. നമുക്കെല്ലാവർക്കും സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ ആദിനാരായണന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക എന്നും പറഞ്ഞ് ബ്രഹ്മാദി ശങ്കരന്മാരോടുകൂടി ദേവാദി ഗണങ്ങളെല്ലാം പാലാഴി തീരത്തിലെത്തി ഭഗവാനെ അനന്യഭക്തിയോടുകൂടി സ്തുതിച്ച് ആരാധിക്കുന്നുണ്ട്. പുരുഷസൂക്ത മന്ത്രങ്ങളെ കൊണ്ടും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിപ്രയനായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മദേവനോട് അവിടെ അശരീരിയായിട്ട് അരുളി ചെയ്യുകയും ഉണ്ടായി. ഭൂമിയുടെ ഭാരം ഞാൻ അറിയുന്നു. ഭാരത്തിന് കാരണം എന്താണ്? അധർമ്മമാണ്, അക്രമമാണ്. ഭാരത്തിനും ദുഃഖത്തിനും കാരണം അധർമ്മവും അക്രമവും. അതിന് കാരണം അജ്ഞാനമാണ്, ആത്മവിസ്മൃതിയാണ്. ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് ദുഃഖവും അതുപോലെ ആഗ്രഹങ്ങളും ഭയവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോ ഭൂമിയുടെ ഭാരം ഞാൻ അറിയുന്നു എന്ന് വെച്ചാൽ ഭൂമിയിൽ വർദ്ധിച്ചിരിക്കുന്ന അധർമ്മത്തിന്റെ ശക്തിയെ ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നതിന്റെ താല്പര്യം. ഭൂഭാരഹരണത്തിനായിട്ട് ഞാൻ യദുവംശത്തിങ്കൽ വസുദേവപുത്രനായിട്ട് അവതരിക്കും. മാത്രമല്ല അനന്തൻ സംഘർഷൻ ജ്യേഷ്ഠനായിട്ടും അവതരിക്കും. മഹാലക്ഷ്മിയും സാക്ഷാൽ ദുർഗയും അവതരിക്കും. ഇത്രയും ഭഗവാൻ അരുളി ചെയ്തത് കേട്ടോ ദേവന്മാരെല്ലാവരും പരമസന്തുഷ്ടന്മാരായിട്ട് അതാത് ദിക്കിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അംശാംശങ്ങളോടുകൂടി അതാത് ഭാഗങ്ങളിൽ അവതരിച്ചു കൊള്ളുക. നമുക്കെല്ലാവർക്കും കൂടി ഭൂലോകത്തെ സ്വർഗസമാനമാക്കി മാറ്റാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പൂർണ്ണതയോടോ അല്ലെങ്കിൽ അംശങ്ങളോടോ കൂടിയിട്ട് ഈ സമയം ഭൂമിയിൽ അവതരിച്ചു കൊള്ളുക. നമുക്കവിടെ ഇങ്ങനെ ബന്ധപ്പെട്ട ഭൂമിയെ നമുക്ക് ഒരു സ്വർഗ സാമ്രാജ്യമാക്കിയിട്ട് മാറ്റാം. അവിടുന്ന് അധർമ്മത്തെ നമുക്കെല്ലാവർക്കും കൂടി അമർച്ച ചെയ്യാം. അങ്ങനെ അവരെല്ലാവരും പിരിയുകയാണ്.
ഇനി നമ്മുടെ കഥ ഇതിപ്പോ നമ്മുടെ ഇതിന്റെ പശ്ചാത്തലമാണ്. ഇങ്ങനൊരു സന്ദർഭം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എവിടേക്കാണ് വരേണ്ടത്? മധുര രാജ്യത്തിലേക്കാണ്. ഇവിടെ മധുര രാജ്യത്തിൽ അവിടെ ഭരിക്കുന്നത് ആരാണ്? ഉഗ്രസേനന്റെ പുത്രനായ കംസനാണ്. അപ്പോ അവിടെ തന്നെ ഉഗ്രസേനന് അനുജനായിട്ട് ദേവകൻ എന്ന് പറയുന്ന ഒരു സാമന്ത രാജാവ് കൂടി ഉണ്ടായിരുന്നു. ആ ദേവകന്റെ പുത്രിയാണ് ദേവകി. ആ ദേവകിയെ ശൂരസേനന്റെ പുത്രനായ വസുദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ദേവകിയെ ആ കല്യാണരംഗം, ആ കല്യാണ മഹോത്സവത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. എന്നുവെച്ചാൽ വസുദേവരുടെയും ദേവകീ ദേവിയുടെയും വിവാഹമാണ് രംഗം. അങ്ങനെ അവര് വിവാഹമെല്ലാം കഴിഞ്ഞ് നമ്മുടെ കംസൻ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് എന്താണ് ചെയ്തത്? ദമ്പതികളെ സ്വർണ്ണത്തേരിലിരുത്തി ആഘോഷപൂർവം ആ കുടിവെപ്പിനുള്ള യാത്രയിൽ തേര് തെളിച്ചത് കംസൻ തന്നെയായിരുന്നു. കംസൻ തന്നെ സാരഥിയായിട്ടിരുന്നിട്ടാണ് ദേവകി ദേവിയെയും വസുദേവനെയും കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക്, അവരുടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രാസമയത്തെങ്കിൽ ഒരു അശരീരി ഉണ്ടാവുകയാണ്. എന്തായിരുന്നു ആ അശരീരി? അല്ലയോ അജ്ഞനായ കംസ, നിന്റെ ഈ സഹോദരിയിലുണ്ടാകുന്ന 8ാമത്തെ ഗർഭം നിന്നെ കൊല്ലുന്നതാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോഴോ കംസന്റെ സഹോദരി സ്നേഹമെല്ലാം അസ്തമിച്ചു. സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം അന്യനെ സ്നേഹിക്കുന്നവരുടെ സ്വഭാവമാണിത്. വേണ്ടല്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും വിശ്വാസവുമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ യഥാർത്ഥ താല്പര്യത്തിന്, നമ്മുടെ യഥാർത്ഥ ഇഷ്ടത്തിന്, യഥാർത്ഥ ആഗ്രഹത്തിന് നമ്മൾ ആരെയാണോ ഏറ്റവും പ്രിയമായിട്ട് കരുതുന്നത് അവർ അപ്രിയമായിട്ട് പതിച്ചാലോ പ്രിയമായി കരുതേനെ മാറ്റുവാൻ, അകറ്റുവാൻ മനുഷ്യർ മടി കാണിക്കുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം, ഒരു ആശ്രയം, ഒരു അഭയം, സമാധാനം, സുഖം ഇത് കിട്ടുമ്പോൾ മാത്രം എന്താണ്? ബന്ധങ്ങളെ സുദൃഢമായി തീരുകയാണ്, നിലനിൽക്കുകയാണ്. ഇവിടെ കംസൻ തന്റെ സഹോദരിയല്ലേ ദേവകി എന്നതുകൊണ്ട് സഹോദരിയോടുള്ള വലിയ വാത്സല്യം കൊണ്ട്, സ്നേഹം കൊണ്ടാണ് യാത്രയിൽ തേര് തെളിച്ചത്. പക്ഷേ തന്റെ സഹോദരിയിലുണ്ടാകുന്ന 8ാമത്തെ കുട്ടി തന്നെ അങ്ങോട്ട് കൊല്ലുമെന്ന് കേട്ടപ്പോഴോ സഹോദരിയെയും അതുപോലെ സഹോദരിയുടെ ഭർത്താവായ വസുദേവരോടും എന്തെന്നില്ലാത്ത അരിശം, പക, വിദ്വേഷമാണ് കംസന് പിന്നീട് അവിടെ ഉണ്ടായത്. അപ്പോഴോ കംസൻ ദേവകീ ദേവിയുടെ മുടിയിൽ പിടിച്ച് തേരിൽ നിന്നും താഴെ ഇറക്കുക. എന്നിട്ടോ അരയിൽ നിന്നും ഉടവാൾ ഊരിയെടുത്ത് സ്വസഹോദരിയുടെ കഴുത്ത് വെട്ടുവാൻ വേണ്ടിയിട്ട് ഭാവിക്കുകയാണ്. അപ്പോഴോ ധീരനായ വസുദേവൻ കംസരുടെ കൈപ്പിടിച്ച് ശാന്തതയോടെ സാമാദി ഉപായങ്ങളെ കൊണ്ട് ഉപദേശിച്ചു നോക്കി. ഓട്ടിന്റെ ചെവിയിൽ വീണവായന നടക്കുമോ? സാമം, ഭേദം, ദാനം, ദണ്ഡം, ഇതാണ് പ്രധാനമായ ചതുരോപായങ്ങൾ. ഉപായങ്ങൾ വേറെയും അനവധി ഒത്തിരിയുണ്ട്. 64 ഉപായങ്ങൾ വരെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അപ്പോ ഇവിടെ സാമഭേദദാന ദണ്ഡങ്ങളെ കൊണ്ട് തന്റെ അളിയനെ സമാധാനിപ്പിക്കുവാൻ നമ്മുടെ വസുദേവര് കിണഞ്ഞു പരിശ്രമിക്കുന്നതുകൊണ്ട് തന്റെ പത്നിയെയാണ് അപ്പോ ഇവിടെ കംസൻ വധിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വധാശ്രമത്തിൽ നിന്നും എങ്ങനെയും പിന്തിരിച്ച് സാധിക്കൂ എന്നുള്ള രീതിയിൽ വസുദേവരുടെ ആ ബുദ്ധി പ്രയോഗിക്കുവാൻ വീണ്ടും ശ്രമിച്ചു. അപ്പോ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ വസുദേവർക്ക് ആ സമയത്തിൽ ഒരു പ്രത്യേക യുക്തി അങ്ങോട്ട് തോന്നുകയാണ്. ഇതായിരുന്നു അപ്പോ വസുദേവര് പറഞ്ഞത്, പ്രഭു, ദേവകി അങ്ങയെ കൊല്ലുമെന്ന് അശരീരി പറഞ്ഞിട്ടില്ലല്ലോ. ഇവളിൽ നിന്നുമുണ്ടാകുന്ന പുത്രനല്ലേ അങ്ങയെ വധിക്കുക? നോക്കൂ, 8ാമത്തെ പുത്രന് മാത്രമല്ല, ഇവളിലൂടെ ഉണ്ടാകുന്ന എല്ലാ പുത്രന്മാരെയും അവർ ജനിച്ച വഴി തന്നെ ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചുകൊള്ളാം. അങ്ങേക്ക് അവരെ കൊല്ലുകയോ വളർത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാനതിൽ ഇടപെടുകയില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം എന്നുള്ള രീതിയിൽ വസുദേവര് അവിടെ സത്യം ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോൾ കംസനെ കുറെയൊക്കെ സന്തോഷമായി. കാരണം വസുദേവർ ഒരിക്കലും കള്ളം പറയുകയില്ല എന്നുള്ളത് വസുദേവരുടെ ഒരു പ്രത്യേകതയാണ്. അത് കംസർക്ക് അറിയാം. അപ്പോ സത്യവാക്കായിരിക്കുന്ന വസുദേവര് വാക്ക് പാലിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കംസനുണ്ട്. എന്ത് ചെയ്തു? സമാധാനത്തോടുകൂടി ദേവകീ വസുദേവന്മാരെ അവരുടെ ഭവനത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. കംസനോ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. താമസിയാതെ ദേവകീ ദേവി ഗർഭം ധരിച്ചു. മാസം തികഞ്ഞ് പ്രസവിക്കുകയും ചെയ്തു. കീർത്തിമാൻ എന്ന് ആ ആദ്യപുത്രനെ നാമകരണം ചെയ്യുകയും ചെയ്തു. കീർത്തിമാൻ എന്നുള്ള പേരിലാണ് അവിടെ ആ ആദ്യ കുട്ടിക്ക് നാമകരണത്തെ ചെയ്തത്. അങ്ങനെ സത്യസന്ധനായ നമ്മുടെ വസുദേവര് ആ കുട്ടിയെ കംസന്റെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോഴോ താത്കാലികമായിട്ട് കംസനൊരു ദയ തോന്നുകയുണ്ടായി. ആ കുട്ടിയെ കൊല്ലാതെ വസുദേവനെ തന്നെ മടക്കി കൊടുക്കുകയും ചെയ്തു. കാരണം 8ാമത്തെ കുട്ടിയല്ലേ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് 8ാമത്തെ കുട്ടിയെ തനിക്ക് നൽകിയാൽ മതി എന്നുള്ള സൂചന നൽകിക്കൊണ്ട് കുട്ടിയെ തിരിച്ചു പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവിടെ അപ്പൊ എന്താണ് ആ വിവരം അറിഞ്ഞപ്പോ നമ്മുടെ ശ്രീ നാരദ മഹർഷി ഉണ്ടല്ലോ, നാരദ മഹർഷി നാരദാദീതി നാരദനാണ്. നാരദരെ കുറിച്ച് നമ്മൾ 1ാമത്തെ സ്കന്ധത്തിൽ തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനൊരു ദയയും ഒരു ശാന്തതയും ഉണ്ടായാൽ കംസന്റെ ക്രൂരത വർദ്ധിക്കുകയില്ല. കംസൻ ശാന്തതയോടുകൂടി മുന്നോട്ട് പോയാൽ കംസവധം നടക്കുകയില്ല. അപ്പൊ കംസന്റെ ക്രൂരതയ്ക്ക് ശക്തി കൂട്ടി കംസന്റെ എത്രയും പെട്ടെന്ന് കാലപുരിക്ക് അയച്ച് ഭഗവാന്റെ അവതാര ലക്ഷ്യം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. എന്നിട്ടോ പറഞ്ഞു, ദേവകി 8ാമതുണ്ടാകുന്ന പുത്രൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, അല്ലയോ മഹാരാജൻ. അതിന് മുമ്പുണ്ടാകുന്നവരോ വിഷ്ണുവിനെ സഹായിക്കുവാൻ വരുന്ന ദേവന്മാരുമാണ്. അതുകൊണ്ട് അവിടുന്നാണെങ്കിലോ സാക്ഷാൽ കാലനേമിയുടെ അംശവുമാണ്. അതുകൊണ്ട് സ്വന്തം കാര്യത്തിലെ
ജാഗ്രതയോടുകൂടിയിരിക്കണം. ഇങ്ങനെ കംസനെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രീ നാരദര് യാത്രയാവുകയും ചെയ്തു. ക്രുദ്ധനായ കംസൻ ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിലിടുകയും ഉണ്ടാകുന്ന കുട്ടികളെയെല്ലാം കൊല്ലുകയും ചെയ്തു. സ്വന്തം പിതാവായ ഉഗ്രസേന ചക്രവർത്തിയെ ജയിലിൽ അടച്ച് രാജഭാരം കയ്യേറുകയും ചെയ്തു. അങ്ങനെ യദുവംശക്കാരെ കഠിനമായി ദ്രോഹിച്ചുകൊണ്ട് തന്നെ രാജ്യഭാരം ആരംഭിക്കുകയും ചെയ്തു. ശാന്തതയോടുകൂടിയിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കംസൻ ആ തങ്ങളുടെ കുട്ടിയൊക്കെ തിരിച്ചു കൊടുത്തു. പക്ഷെ നാരദന്റെ പ്രചോദനം കൊണ്ട് എന്തുണ്ടായി? ദേവകി വസുദേവന്മാരെ മാത്രമല്ല, തന്റെ ഉഗ്രസേന ആ മഹാചക്രവർത്തിയെ കൂടി അങ്ങോട്ട് ജയിലടച്ചു. കാരണം അദ്ദേഹത്തിന് യദുവംശക്കാരോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ഒരാൾ ഇനിയിപ്പോ ഇവിടെ വരികണ്ട എന്നുള്ള രീതിയിലാണ് കംസൻ അങ്ങനെ ചെയ്തത്. പിന്നീട് രണ്ടാമത്തെ അധ്യായത്തിലെ ആശയങ്ങൾ പറയാൻ ആരംഭിക്കുകയാണ്. അസുരാംശ സംഭവന്മാരായിരിക്കുന്ന പ്രലംബൻ, ഭഗൻ, ചാണൂരൻ തുടങ്ങിയ സഹായികളോട് കൂടിയിട്ട് കംസൻ ധർമ്മത്തെയും ധർമ്മിഷ്ഠന്മാരെയും കഠിനമായിട്ട് ഉപദ്രവിച്ചു വരിക തന്നെ ചെയ്തു. സജ്ജനങ്ങളെല്ലാം കംസനെ പേടിച്ച് അന്യനാടുകളെയും കാടുകളെയും ശരണം പ്രാപിക്കുകയും ചെയ്തു. ദേവകി വസുദേവന്മാരുടെ 6 കുട്ടികളെ കംസൻ ഇപ്പോഴേക്കും നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കഥാസന്ദർഭം. പിന്നീടോ ദേവകി ദേവി 7ാമതും ഗർഭം ധരിച്ചു. അതാരായിരുന്നു? സാക്ഷാൽ സംകർഷണ ഭഗവാനായിരുന്നു. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടോ ആ ഗർഭത്തെ സാക്ഷാൽ യോഗമായ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റിക്കിടത്തുകയും ചെയ്തു. ഇത് മായാശക്തിയാൽ ആരും അറിഞ്ഞില്ല. കംസനെ ഭയന്നതുകൊണ്ട് ദേവകിയുടെ ഗർഭം അലസിപ്പോയി, നശിച്ചുപോയി എന്ന് എല്ലാ ആളുകളും വിചാരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിൽ ആദ്യമായിട്ട് പ്രവേശിച്ചു. ഭഗവാന്റെ ദിവ്യ തേജസ്സാൽ വസുദേവൻ സൂര്യനെ പോലെ പ്രകാശിക്കുകയും ചെയ്തു. വസുദേവനിൽ നിന്നും ആ അച്യുത തേജസ്സിനെ ദേവകീദേവി തന്റെ ഗർഭത്തിൽ ധരിക്കുകയും ചെയ്തു. ദിവസം പ്രതി ആ ഗർഭം ദിവ്യ തേജസ്സിനെ പ്രസരിപ്പിച്ചുകൊണ്ട് വളർന്നു വന്നു. എന്നാലോ കാരാഗ്രഹത്തിന്റെ ഉള്ളിലായതുകൊണ്ട് ആ ദിവ്യ ചൈതന്യത്തെ ആർക്കും കണ്ട് ആനന്ദിക്കുവാൻ സാധിച്ചതുമില്ല. ജ്ഞാനഘലന്മാരുടെ വിദ്യ പോലെയും അടച്ചുവെച്ച അഗ്നിശിഖയെ ആ ചൈതന്യം ജയിലിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തു. ദേവകീദേവി 8ാമത് ഗർഭം ധരിച്ച വിവരം മനസ്സിലാക്കിയ കംസൻ ഇത് തന്റെ ശത്രുവായ വിഷ്ണു തന്നെയോ എന്ന് പരീക്ഷിക്കുവാൻ ജയിലിൽ വന്നു നോക്കി. അപ്പോഴോ ദേവകീ ജഡര ഗുഹയിൽ ശോഭിക്കുന്ന ഹരിഭഗവാന്റെ തേജസ് കണ്ട കംസൻ ഭയചകിതനായിട്ട് സ്തംഭിച്ചു നിന്നു പോകുകയാണ് ഉണ്ടായത്. ഗർഭിണിയായ സഹോദരിയെ കൊല്ലുന്നത് ദുഷ്പേരിന് കാരണമാകുമല്ലോ എന്നും പറഞ്ഞിട്ട് ഭീരുവായ കംസൻ ജയില അടച്ചു പൂട്ടിയിട്ടാണ് പിന്നെ അവരെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പട്ടാളത്തെ അന്നത്തെ ആർമിയെ ഏർപ്പാട് ചെയ്തു, തന്റെ കാവൽക്കാരെ ഏർപ്പെടുത്തി. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ഇപ്പോഴോ ഭയഭക്തിയുടെ പരമോന്നതിയിലെത്തിയ കംസൻ അനുനിമിഷം ഹരിയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാണുന്നതെല്ലാം വിഷ്ണു, കേൾക്കുന്നതെല്ലാം വിഷ്ണു, എല്ലാ ദിക്കിലും വിഷ്ണു. ഇങ്ങനെ ഭയഭക്തിയാൽ കംസനെ സർവവും വിഷ്ണുമയമായി തീരുകയും ചെയ്തു. ദേവകീ ഗർഭം ക്രമേണ പൂർണ്ണതയെ പ്രാപിച്ചു. ഗർഭഗതനായ ഭഗവാനെ സ്തുതിക്കുവാൻ ബ്രഹ്മശങ്കരാദി ദേവന്മാര് ജയിലിൽ വന്നു. ഭക്തിഭാവത്തോടെ അവർ ഭഗവാനെ സ്തുതിച്ചു. പരിപൂർണ അവതാരത്തിന്റെ മുമ്പിലുള്ള സ്തുതിയായതുകൊണ്ടോ വാണി വല്ലവൻ സത്യം പരം എന്നുള്ള ആ വാക്കുകളെ കൊണ്ടായിരുന്നു അവിടുത്തെ സ്തുതി ഉണ്ടായിരുന്നത്. വേദാന്ത തത്വങ്ങളെ വിസ്തരിച്ച് അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഭക്തപ്രിയനായ കണ്ണനുണ്ണി ഭക്തി കൊണ്ട് മാത്രം പ്രസാദിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ പിന്നീട്
ഭക്തിയെ പുകഴ്ത്തിക്കൊണ്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ അപാര കരുണയെ വർണ്ണിച്ചുകൊണ്ടും സ്തുതിക്കുന്നുണ്ട്. മനുഷ്യജന്മത്തിലോ മുമുക്ഷുത്വവും മഹാപുരുഷന്മാരുടെ സംസർഗവും സിദ്ധിച്ച് മോക്ഷം കിട്ടുക എന്നത് അതിദുർലഭമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഭഗവാനെ നിന്തിരുവടിയുടെ കഥകളെ കേൾക്കുകയും നാമത്തെ ജപിക്കുകയും ചെയ്യുന്നവര് സംസാര സാഗരത്തെ തരണം ചെയ്യുക തന്നെ ചെയ്യും. അവിടത്തെ തൃപ്പാദത്തെ ആശ്രയിച്ചവന് എന്തു തന്നെ ആപത്തുകൾ സംഭവിച്ചാലും അത് ഭക്തന് ബാധകമാവുകയില്ല. നിന്തിരുവടിയുടെ ഭക്തന് ഒരു വിധത്തിലും അധപതനവും ഉണ്ടാവുകയില്ല, തീർച്ച. നേരെ മറിച്ച് അവിടുത്തെ തൃപ്പാദപത്മത്തെ ആശ്രയിക്കാത്തവര് എത്ര തന്നെ സിദ്ധന്മാരായാലും വൈകുണ്ഠം വരെ എത്തിയാലും അവർക്ക് അധപതനം സംഭവിച്ചു എന്ന് തന്നെ വരാം. എന്നുവെച്ചാൽ ഈശ്വര മഹിമയുടെ നാമത്തെ അറിഞ്ഞ് ആസ്വദിക്കാതെ, അതിന്റെ മഹിമയെ അറിഞ്ഞ് പ്രചരിപ്പിക്കാതെ, സ്വന്തം അഹങ്കാരത്തിന്റെ ആ വർധനവോടുകൂടിയിട്ട്, ആ അഭിമാനത്തോടു കൂടിയിട്ട് ജീവിച്ചു പോകുന്ന അജ്ഞാനികൾ, അവര് ജ്ഞാനികൾ തന്നെയാണെങ്കിലും അവരെ അജ്ഞാനികളും മൂഢന്മാരുമായിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരെന്താണ്? അവർക്കുള്ള അധപതനം, അവർക്കുള്ള പരാജയം ഏത് നിമിഷത്തിലും സംഭവിക്കാം. അതുകൊണ്ട് നിന്തിരുവടിയിൽ ഭക്തി ഉണ്ടാവുക എന്നത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ പരമലാഭം എന്നിങ്ങനെ പല വിധത്തിലും ഭഗവാനെ സ്തുതിച്ച് ബ്രഹ്മാദി ദേവന്മാരവിടെ അന്തർധാനവും ചെയ്യുന്നു. ഇനി 10ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ അവതാര സന്ദർഭം ഉണ്ടാകുന്നത്. ഭഗവാന്റെ അവതാര സന്ദർഭം കൂടി ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ചിങ്ങമാസത്തില് അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം സന്ധ്യ കഴിഞ്ഞ് രാത്രി തുടങ്ങുകയായി. കാലം സകല ഗുണ സമ്പൂർണമായിട്ടിരിക്കുകയാണ്. ദിക്കുകളെല്ലാം പ്രകാശിച്ചു കഴിഞ്ഞു. ദിഗ്ദേവതമാരോ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുകയാണോ എന്ന് ആ അന്തരീക്ഷത്തിന്റെ പ്രസന്നത കാണുമ്പോൾ തോന്നിപ്പോകും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ഭൂമിയിൽ എല്ലാ ദിക്കിലും മംഗളങ്ങൾ കാണുവാൻ തുടങ്ങി. വൃക്ഷങ്ങൾ ഫലസമ്പൂർണവുമായി. വള്ളികളിൽ തളിരുകൾ നിറഞ്ഞു. ചെടികളിൽ പൂക്കുലകൾ വികസിച്ചു നിന്നു. തണുത്ത കാറ്റ് സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് മന്ദം മന്ദം വീശി തുടങ്ങുകയും ചെയ്തു. അഗ്നിയും ശാന്തമായി ജ്വലിച്ചു. സജ്ജനങ്ങളുടെ മനസ്സ് ഏറ്റവും സന്തോഷിച്ചു. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ അവിടെ ദൃശ്യമായി. ആ സന്ദർഭം ദേവന്മാരും മഹർഷിമാരും പുഷ്പവർഷത്തെ ചെയ്തു. കിന്നരന്മാരും ഗന്ധർവന്മാരും പാടി. വിദ്യാധരികളും അപ്സരസുകളും നർത്തനം ചെയ്തു. അങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം കൂടി ചേർന്ന് അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ ദേവകീ ദേവിയിലൂടെ ആവിർഭവിക്കുക തന്നെ ചെയ്തു. അത്ഭുത ബാലകരൂപത്തിൽ ശോഭിക്കുന്ന ഭഗവാന്റെ ദിവ്യരൂപത്തെ വസുദേവൻ കൺകുളിർക്ക നോക്കിക്കണ്ടത് എപ്രകാരമായിരുന്നു പറയാം. രത്നങ്ങളാൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കിരീടം, പഞ്ചമിചന്ദ്രനെ പോലെ ശോഭിക്കുന്ന തിരുനെറ്റിയിലെ അളകങ്ങളുടെ ഭംഗിയും ഗോപിക്കുറിയും, ചലിച്ചുകൊണ്ടിരിക്കുന്ന ചില്ലീലതകള്, താമര ഇതൾ പോലെ ദയാദരങ്ങളായ നയനങ്ങള്, ശംഖചക്ര ഗദാപത്മങ്ങളെ ധരിച്ച 4 തൃക്കൈകള്, കസ്തുഭരത്നം ശോഭിക്കുന്ന കണ്ഠപ്രദേശം, ശ്രീവത്സത്തെ ധരിച്ച തിരുമാർവിടം, പാദം വരെ താണുകിടക്കുന്ന വനമാല, തങ്കക്കസവോടുകൂടിയ പീതാംബരപ്പെട്ട്, ഒഞ്ചിലം പണിഞ്ഞ തൃപ്പാദങ്ങള്. ഇപ്രകാരമുള്ള ആ അദ്ഭുത ബാലനെ ദേവകി വസുദേവന്മാരെ കണ്ട് ആനന്ദിക്കുക തന്നെ. പരമാനന്ദം കൊണ്ടവൻ രണ്ടുപേരും
ഭഗവാന് സ്തുതിച്ചു ആ സന്ദർഭത്തില്. നിന്തിരുവടി എല്ലാ ദിക്കിലും എല്ലാ സമയവും വ്യാപിച്ചിരിക്കുന്ന പരമപുരുഷൻ തന്നെയാണ്. നിന്തിരുവടി തന്നെ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് എണ്ണ പോലെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ അവിടുന്ന് ലോകരക്ഷയ്ക്കായി അടിയന്റെ പുത്രനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. ഈ ദിവ്യരൂപം കംസൻ തുടങ്ങിയ കലന്മാർക്കൊരിക്കലും കാണിച്ചു കൊടുത്തു പോകരുതേ. നിന്തിരുവടിയുടെ ജ്യേഷ്ഠന്മാരെ 6 പുത്രന്മാരെ നശിപ്പിച്ച ആ കംസനിൽ നിന്നുമുള്ള ഭയം നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഇപ്രകാരം ദേവകി വസുദേവന്മാരെ സ്തുതിച്ചതിനെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മന്ദഹാസം അത് തൂങ്ങിക്കൊണ്ട് അരുളി ചെയ്തു. എന്താ പറഞ്ഞത്? പൂർവജന്മത്തിൽ കൃഷ്ണി സുതപസ് എന്ന ദമ്പതികളായിരുന്നു നിങ്ങൾ. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം നിങ്ങൾ 12,000 സംവത്സരം സന്താനമുണ്ടാകുവാൻ വേണ്ടി എന്നെ സേവിച്ചു. തപസ്സിനാൽ സന്തുഷ്ടനായ ഞാൻ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ദർശനം ചെയ്ത് വരം ആവശ്യപ്പെടുവാൻ പറഞ്ഞു. അപ്പോഴോ നിങ്ങൾ ആവശ്യപ്പെട്ട് നിന്തിരുവടിയെ പോലെ ഒരു പുത്രനുണ്ടാകണേ, നിന്തിരുവടിയെ പോലെ ഒരു പുത്രനുണ്ടാവണേ, നിന്തിരുവടിയെ പോലെ ഒരു പുത്രനുണ്ടാവണേ എന്ന് നിങ്ങൾ എന്നോട് 3 പ്രാവശ്യം ആവശ്യപ്പെടുകയുണ്ടായി. ആ ജന്മത്തിൽ ഞാൻ കൃഷ്ണിഗർഭൻ എന്ന പേരിൽ നിങ്ങളുടെ പുത്രനായിട്ട് ജനിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ അതിഥീക ശിവന്മാരായപ്പോഴോ ഞാൻ വാമനനായിട്ടും നിങ്ങളിലൂടെ അവതരിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ ഈ രൂപത്തിലും നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പൂർവ്വജന്മ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും നിങ്ങളോട് അറിയിപ്പിച്ചതാണ്. നിങ്ങൾ എന്നെ പുത്രരൂപത്തിലോ ഈശ്വര രൂപത്തിലോ ഇഷ്ടമുള്ള ഏത് രൂപത്തിൽ വേണമെങ്കിലും കണ്ടുകൊള്ളുക. ഈ ജന്മത്തോടുകൂടി നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും. പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. മോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് ജന്മമില്ല, ശരീരമില്ല. ഇത് സാധാ ജീവന്മാരുടെ കഥയാണ് പറയുന്നത്. അധികാര പുരുഷന്മാരുടെയും അതുപോലെ അവതാര പുരുഷങ്ങളുടെയും കഥയല്ല. അവതാര പുരുഷന്മാരായിട്ട് നമ്മൾ ശ്രീരാമൻ, അതുപോലെ തന്നെ എന്താണ് ശ്രീകൃഷ്ണൻ മുതലായ ദിവ്യ ആ രൂപങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അധികാരി പുരുഷന്മാരായിട്ട് വ്യാസര്, അതുപോലെ തന്നെ വസിഷ്ഠര്, യാജ്ഞവൽക്കൻ മുതലായിരിക്കുന്ന ഋഷീശ്വരന്മാരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനികൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പുനർജന്മം സ്വീകരിക്കാം എന്നേ ഉള്ളൂ, അത് നിർബന്ധമില്ല. ജ്ഞാനികൾ അത് സ്വീകരിക്കുവാൻ പ്രയാസമാണ്. ഇനി അവരങ്ങനെ രൂപം സ്വീകരിച്ചത് കൊണ്ട് അത് അവർക്ക് ഭൂഷണമായതുമാണ്. അപ്പൊ ഇവിടെ സാധാരണ ആളുകൾ അവർ മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അവർക്ക് പിന്നെ ശരീരമില്ല. സാധാരണ ആളുകൾ മോക്ഷം പ്രാപിക്കാതെ അവര് അന്യലോകങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ അവർക്ക് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള രീതിയിൽ ജനമൃതി ചക്രങ്ങൾ ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ അവർ വന്നും പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾ കംസനെ കുറിച്ച് അത്യധികം ഭയപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്നെ അമ്പാടി നന്ദഗോപരുടെ ഭവനത്തിൽ കൊണ്ടുപോയി കിടത്തുക. പകരം അവിടെ യശോദ പ്രസ്തവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു മായാശിശുവുണ്ട്. ആ മായാശിശുവെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുകയും ചെയ്യുക. എത്രയും അരുളി ചെയ്ത ഭഗവാൻ തന്റെ ദിവ്യ രൂപത്തെ മറച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യബാലനെ പോലെ കൈവാൽ ഇളക്കി കളിച്ചുകൊണ്ട് കിടന്നു. ദേവകീദേവി ആ നീലബാലന്റെ മടിയിൽ വെച്ച് മുല കൊടുത്ത് പരമാനന്ദത്തെ പ്രാപിച്ചു. പിന്നീട് വസുദേവൻ ഭഗവാന്റെ ആജ്ഞപ്രകാരം പുത്രനെ കയ്യിലെടുത്ത് അമ്പാടിയിലേക്ക് പുറപ്പെട്ടു. കൈക്കാലുകളിലുള്ള ചങ്ങലകൾ തനിയെ പൊട്ടിവീണത് വസുദേവരറിഞ്ഞതേയില്ല. വാതിലുകൾ തുറന്നു കിടക്കുന്നു. കാവൽക്കാരെല്ലാം നിന്നുറങ്ങുകയാണ്. വസുദേവൻ ഭഗവാനെയും വഹിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ഭഗവാനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര തുടരുന്നവർക്ക്
ബന്ധങ്ങളോ പ്രതിബന്ധങ്ങളോ ബാധകമല്ല എന്ന് നമ്മളെ അറിയിച്ചുകൊണ്ട് വസുദേവർ മുന്നിലേക്ക് പ്രയാണം തുടരുക തന്നെ ചെയ്തു. ശക്തിയായ മഴയും കാറ്റും ഉണ്ടായിരുന്നുവെങ്കിലും അനന്തമൂർത്തി ഭണങ്ങളാൽ കുടപിടിക്കുക കാരണം വസുദേവൻ അത് ബാധകമായതേയില്ല. അങ്ങനെ നമ്മുടെ വസുദേവര് കാളിന്തി നദിയുടെ തീരത്തിലെത്തി. അപ്പോഴോ അതുവരെയും കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന കാളിന്തി നദി സമുദ്രം ശ്രീരാമനെ എന്നതുപോലെ അങ്ങോട്ട് വഴിമാറിക്കൊടുത്തു. അങ്ങനെയുള്ള കാളിന്തി കടന്ന് വസുദേവൻ അമ്പാടിയിൽ നന്ദഭവനത്തിലെത്തി. അപ്പോഴോ അവിടെ എന്തായിരുന്നു സ്ഥിതി? വ്രതം കഴിഞ്ഞ യശോദയും ഗോപിമാരും നന്ദാദി ഗോപന്മാരും യോഗമായുടെ ശക്തിയാൽ ഗാഠനിദ്രയിലായിരുന്നു. വസുദേവൻ ഭഗവാനെ യശോദയുടെ അടുത്ത് കിടത്തി പകരം യോഗമായാകുന്ന പെൺകുട്ടിയെ കയ്യിലെടുത്ത് മടങ്ങി ജയിലിൽ പ്രവേശിച്ച ആ മായാശിശുവിനെ ദേവകീ ദേവിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഭഗവൻ മായയുടെ ശക്തി കൊണ്ടോ ജയിൽ അടയുകയും മഴ മാറുകയും പ്രകൃതിയെല്ലാം പണ്ടത്തെ പോലെ ആവുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് നാലാമത്തെ അധ്യായം കൂടി സംക്ഷിപ്തമായി പറഞ്ഞിവിടെ നിർത്താം. പിന്നീട് ആയതിന്റെ തത്വത്തെ നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. അങ്ങനെ ഭഗവന്മായ ജയിലിൽ എത്തിയ ഉടനെ എന്താണ് ശക്തിയായിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ ശബ്ദം കേട്ടോ കാവൽക്കാർ ഉണർന്ന് പ്രസവം കഴിഞ്ഞ വിവരം കംസനെ അറിയിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിന്റെ അവതാരത്തെ തന്നെ ചിന്തിച്ചുറക്കമില്ലാതിരുന്ന കംസൻ പരിഭ്രമിച്ച് ജയിലിൽ ഓടിയെത്തി. കാലിടറിയതും കിരീടം വീണുപോയി മുടി അഴിഞ്ഞതും കംസൻ അറിഞ്ഞതേയില്ല. കംസനെ കണ്ട് പരിഭ്രമിച്ച ദേവകിയോ ആ മകളെ മാറോടണച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് അപേക്ഷിച്ചു നോക്കി. പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഇതൊരു പെൺകുട്ടിയാണല്ലോ, ഒരിക്കലും എന്റെ ജ്യേഷ്ഠന്റെ ശത്രുവാവില്ല. അവസാനമായി ഉണ്ടായ ഈ പെൺകുട്ടിയെങ്കിലും എനിക്ക് വിട്ടു തന്നുകൂടെ? ജ്യേഷ്ഠന്റെ പുത്രഭാര്യയാകുവാൻ അർഹിക്കുന്ന ഈ കുട്ടിയെ കൊല്ലരുത് ജ്യേഷ്ഠ. ഇപ്രകാരം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ കയ്യിൽ നിന്നും ജാതമാത്രയായ പെൺകുട്ടിയുടെ കാലിൽ പിടിച്ച് വലിച്ചെടുത്ത് ആ പരമദുഷ്ടൻ ഒരു പെൺകുട്ടി എന്ന അവജ്ഞയോടെ കരിങ്കല്ലിന്മേൽ എറിയുവാൻ മേൽപോട്ടുയർത്തി. അപ്പോഴോ ഗർഭോദകക്കിളനിയായ കുട്ടി കംസന്റെ കയ്യിൽ നിന്നും മേൽപോട്ടുയർന്നു 1000 ബാലാർക്കന്മാരുടെ പ്രഭയോടെ ആകാശത്തിൽ ശോഭിച്ചു. ദിവ്യമാല്യങ്ങൾ ചാർത്തി 8 തൃക്കൈകളിലും ദിവ്യായുധങ്ങളെ ധരിച്ച് പട്ടുടയാടയാലും രത്നാഭരണങ്ങളാലും അലങ്കൃതയായിട്ട് സിദ്ധചാരണ ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെട്ടും കൊണ്ടിരിക്കുന്ന ദുർഗാ ഭഗവതി കംസനെ സംബോധന ചെയ്ത് ഇങ്ങനെ പറഞ്ഞു: മന്ദബുദ്ധിയായ കംസ, എന്നെ കൊന്നിട്ട് കാര്യമില്ല. നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെറുതെ സാധുക്കളെ ദ്രോഹിച്ച് ദുരിതം സമ്പാദിക്കരുത്. ഇത്രയും പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഭൂമിയിലെ വിവിധങ്ങളായ ദേവീക്ഷേത്രങ്ങളിൽ പല രൂപങ്ങളോടുകൂടിയിട്ട് പല നാമങ്ങളോടുകൂടിയിട്ട് ഭക്താനുഗ്രഹ തൽപരയായിട്ട് പ്രകാശിക്കുകയും ചെയ്തു. ഭക്താനുഗ്രഹ തൽപരയായ ആ ലോകമാതാവിന്റെ ദിവ്യ സാന്നിധ്യം എന്നും നമ്മുടെ പ്രപഞ്ചത്തിലെ ത്രിപുരാശക്തി, ത്രിപുരസുന്ദരി, ലളിത, കാളി, ചണ്ഡിക, ദുർഗ, അങ്ങനെ പരമേശ്വരി, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന എല്ലാ നാമങ്ങളോടും കൂടിയിട്ട് അതിദിവ്യമായിട്ട് ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകമാതാവിന്റെ പാദസ്പർശത്താൽ ആ വിശ്വയോനിയായ ലോകജനനിയുടെ ദിവ്യമായ സ്പർശത്താൽ എന്താണ് അവിടെ ആ അല്പം വിവേകം വന്നതായിരിക്കുന്ന നമ്മുടെ കംസൻ ദേവകി വസുദേവന്മാരെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. ഇങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ എന്ത് ചെയ്തു കംസൻ? ഉടനെ മന്ത്രിസഭയെല്ലാം വിളിച്ചുകൂട്ടി.
തലേ ദിവസം രാത്രി നടന്ന സംഭവങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു. ഇനി എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുവാനായിട്ട് ആരംഭിച്ചു. ദേവശത്രുക്കളായ അവർ ഇങ്ങനെ പറഞ്ഞു, മായാഭഗവതിയുടെ വാക്കനുസരിച്ച് നോക്കുമ്പോൾ 10 ദിവസത്തിനുള്ളിലായിരിക്കണം ഇവിടെ വിഷ്ണുവിന്റെ ജനനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ ജനിച്ച കുട്ടികളെ മുഴുവനും കൊല്ലുക തന്നെ ചെയ്യുക. എന്നാൽ ആ അവതരിച്ച വിഷ്ണുവും ആ കൂട്ടത്തിൽ മരിക്കും. പിന്നെ എന്താണ്? വിഷ്ണു ചൈതന്യത്തെയും വിഷ്ണുവിനെയും പോഷിപ്പിക്കുന്നവരെയും നശിപ്പിക്കുക തന്നെ ചെയ്യണം. അതിനായിട്ട് ബ്രാഹ്മണരെയും വേദത്തെയും വൈദിക ധർമ്മങ്ങളെയും പശുക്കളെയും നശിപ്പിക്കുക തന്നെ ചെയ്യൂ. വേദജ്ഞന്മാരെ ബ്രാഹ്മണരെ നശിപ്പിക്കുന്നതിനാണ് നിങ്ങൾ സർവപ്രാധാന്യം കൊടുക്കേണ്ടത്. ഇങ്ങനെയായാൽ പിന്നെ ദേവന്മാരെ നമ്മൾ അല്പവും ഭയപ്പെടേണ്ടതില്ല. ദുഷ്ടന്മാരായ മന്ത്രിമാരുടെ ഈ ഉപദേശം കംസനും വളരെ ശരിയായിട്ട് തോന്നി. കാരണം മരണമടുക്കുമ്പോൾ ധർമ്മത്തോടും ധർമ്മിഷ്ഠന്മാരോടും ദുഷ്ടന്മാർക്ക് കൂടുതൽ വിദ്വേഷം തോന്നും. അല്ലെ, ദുഷ്ടനെ വരപോലെ വളർത്തും എന്നല്ലേ കേട്ടിരിക്കുന്നത്. അപ്പൊ ദുഷ്ടന്മാർക്കോ അവർ ജീവിച്ചിരിക്കുമ്പോ അവർ അനീതികളും അക്രമങ്ങളും അധർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കും. അവരാണ് ഇവിടെ എന്താണ് ജനങ്ങളായ സന്യാസിമാരെയും സന്യാസാശ്രമങ്ങളെയും അതുപോലെ ധർമ്മം ആചരിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും എല്ലാം ദുഃഖിപ്പിക്കുവാനും ക്ലേശിപ്പിക്കുവാനും ആയിട്ട് മുന്നോട്ട് വരണം. എങ്കിലും ആ ദൈവീകമായിരിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന ആ പരബ്രഹ്മശക്തിയിൽ അന്തർമുഖമായി പോകുന്ന സന്യാസിമാർ അവരുടെ ദേഹത്തിനെയോ മനസ്സിനെയോ ശരീരത്തിനെയോ ആർക്ക് പീഡിപ്പിക്കുവാൻ സാധിച്ചാലും അവർ ആത്മതത്വം ബോധിച്ചതായതുകൊണ്ട് അവരുടെ ആ ദിവ്യമായിരിക്കുന്ന ചൈതന്യം എന്നും നമുക്ക് അതൊരു പ്രകാശമായിട്ട് പരിശോഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇവിടെ നമ്മൾ ശ്രീകൃഷ്ണാവതാരത്തിന്റെ ആ കഥാസന്ദർഭത്തെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഭഗവാന്റെ അവതാര ചരിത്രത്തിൽ നിന്നും ഭാഗവതത്തിലെ 10ാമത്തെ സ്കന്ധത്തിലെ 1 മുതൽ 4 കൂടി വരെയുള്ള അധ്യായങ്ങളിലെ ആശയത്തിലെ തത്വത്തെ ഒന്ന് നമുക്ക് ഇവിടെ സംക്ഷിപ്തമായിട്ട് പരിശോധിക്കുവാൻ ആരംഭിക്കാം.